ഹായ് ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നേക്കുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ്. കോമ്പിനേഷൻ സ്കിന്ന്, ഓയിലി സ്കിന്ന്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, പിന്നെ അഗ്നിപോൺ സ്കിന്നിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫേസ് വാഷിന്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. മിനിമലിസ്റ്റിന്റെ സാലിസിലിക് ആസിഡ് പ്ലസ് LH 2% ക്ലെൻസർ ആണ് കേട്ടോ. മിനിമലിസ്റ്റ് എന്ന ബ്രാൻഡിനെ കുറിച്ച് ആർക്കൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. വളരെയേറെ പോപ്പുലർ ആയിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകളുള്ള നല്ലൊരു ബ്രാൻഡാണ് മിനിമലിസ്റ്റ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആ ബ്രാൻഡിന്റെ ഒരുപാട് പ്രൊഡക്ട്സ് ഞാൻ വാങ്ങിച്ച് യൂസ് ആക്കിയിട്ടുണ്ട്. എല്ലാം തന്നെ എനിക്ക് നല്ല രീതിയിൽ വർക്കായ പ്രൊഡക്റ്റുകളാണ് കേട്ടോ. എനിക്ക് ഫസ്റ്റ് ഈ ബ്രാൻഡ് പരിചയപ്പെടുത്തുന്ന എന്റെ ഡോക്ടറാണ്, ഡെർമറ്റോളജിസ്റ്റ്. അവര് പറഞ്ഞിട്ടാണ് ഈ പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ച് യൂസ് ആക്കാൻ തുടങ്ങിയത് കേട്ടോ. ഫസ്റ്റ് ഞാൻ അവരുടെ യൂസ് ആക്കിയതും ഈ പ്രൊഡക്റ്റ് ആണ്. ഇതിപ്പോ ഒരു 3 ഇയർ ആയിട്ട് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. 3 ഇയർ ഒന്നും അല്ല, അത് മേലെയായി. എന്റെ ഓർമ്മ ശരിയാണ്, കുറഞ്ഞ ഒരു 3 ഇയർ ഒക്കെ ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ച പ്രൊഡക്റ്റ്. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ അവരുടെ സിറംസ്, ആൽഫ ആഡ്ബ്യൂട്ടിൻ, പിന്നെ എന്താ റെറ്റിനോയിഡ് സിറം, വിറ്റാമിൻ സി, അതൊക്കെ വാങ്ങിച്ച് യൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ട്രസ്റ്റ് ഉള്ള ഒരു ബ്രാൻഡാണ് മിനിമലിസ്റ്റ്. മറ്റേ ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് പാളിപ്പോയ ഒരേ ഒരു പ്രൊഡക്റ്റേ ഉള്ളൂ. അത് സൺസ്ക്രീൻ ആണ് കേട്ടോ. അതെനിക്ക് സ്കിൻ ടൈപ്പ് പറ്റാത്തതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. അത് വന്ന് മിനിമലിസ്റ്റിന്റെ SPF 50 അടങ്ങിയ മൾട്ടി വിറ്റാമിന്റെ സൺസ്ക്രീൻ ആയിരുന്നു കേട്ടോ. അതെനിക്ക് ഉപയോഗിച്ചിട്ട് പിന്നെ ഒരു 1 വീക്ക് 2 വീക്ക് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ തരി പിമ്പിള് പൊങ്ങി വരാൻ തുടങ്ങി. എന്നിട്ട് അത് ഞാൻ യൂസ് ആക്കിയിട്ടില്ല കേട്ടോ. പിന്നെ കയ്യിലും കാലയിലൊക്കെ ഇട്ട് തീർക്കാൻ ഞാൻ ചെയ്തത്. പിന്നെ അവരുടെ സൺസ്ക്രീൻ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. നല്ല സൺസ്ക്രീൻ കോമ്പിനേഷൻ സ്കിന്നിനൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ അവരുടെ സിറംസ് ഒക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ വിറ്റാമിൻ സി, ഇതൊക്കെ ഞാൻ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആൽഫ ആർബ്യൂട്ടിൻ ഒക്കെ 3-4 ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തതിന് ഒരു കയ്യും കണക്കുമില്ല. എന്തോരാന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ. ഇതെനിക്കിപ്പോ ഞാൻ പുതിയത് വാങ്ങിയതാ. ഇത് ലാസ്റ്റ് എനിക്ക് കഴിഞ്ഞ ബോട്ടിലാട്ടോ. ഈ ഒരു ബോട്ടിലുള്ള എന്റെ ഈ ബാലൻസ്, ബാക്കിയുള്ള ഞാൻ യൂസ് ചെയ്ത് നമ്മൾ അങ്ങനെ കളയുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഇതിപ്പം ഇന്നുകൊണ്ട് എനിക്ക് തീർന്നു. അടുത്ത ഞാൻ നെക്സ്റ്റ് എടുത്താട്ടോ. ഇതിനെക്കുറിച്ച് അങ്ങനെ ഞാൻ റിവ്യൂ ചെയ്യണമെന്നൊന്നും ഓർത്തല്ല. അങ്ങനെ അതിനെ നേരത്തെ എനിക്ക് റിവ്യൂ ചെയ്യായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യണ്ടാവും നോക്കിയപ്പോ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തിനാ ചെയ്യുന്നതെന്ന് ഓർത്തു. പിന്നെ ഞാൻ ഓർത്തു ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ, ഇനി നമ്മുടെ വീഡിയോസും കാണുന്നവരുണ്ടാവുമല്ലോ എവിടെയെങ്കിലും. അപ്പോൾ അങ്ങനെ ആരെങ്കിലും കാണുകയാണെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ ഇത് ചെയ്യുന്നത് കേട്ടോ. നല്ല ജെനുവിൻ ആയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത്. ഇത് വന്ന് 100 ml ആണ് കേട്ടോ ഉള്ളത്. ഇതിന് 299 രൂപയാണ്. വലിയ ഓഫർ ഒന്നും ഇതിന് ഉണ്ടാവില്ല. മിനിമലിസ്റ്റ് എന്ന ബ്രാൻഡിന് ഞാൻ വാങ്ങിച്ചിട്ട് വിറ്റാമിൻ സി ആയാലും മറ്റ് ഇതൊക്കെയാണല്ലോ, എനിക്ക് അധികം ഓഫറിലൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇത് 280 രൂപ, ചിലപ്പോൾ ഇത് ഏറ്റവും കുറഞ്ഞ 230 രൂപ, അത്രയൊക്കെ റേറ്റിലാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. മിക്കവാറും 280 രൂപ, 270 രൂപ, 260 ആ റേറ്റിലാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വന്ന് 100 ml പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ. ഇതില് പ്രത്യേകിച്ച് പറയുന്നത് കോമ്പിനേഷൻ ഓയിലി ആൻഡ് നിപ്പോൺ സ്കിന്നിനാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കാവുന്നത് കേട്ടോ. ഒരുപാട് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ എനിക്കിത് ഡോക്ടർ സജസ്റ്റ് ചെയ്തത് എന്റെ മുഖത്ത് ചെറിയ ചെറിയ പിമ്പിളല്ല, വൈറ്റ് ഹെഡ്സ് ഒക്കെ പോലെ ചെറിയ ചെറിയ തരി ആയിട്ട് ഇതുണ്ട്. അപ്പൊ അതിനു വേണ്ടിയാണ് ഡോക്ടർ ഇത് എനിക്ക് സജസ്റ്റ് ചെയ്തത് കേട്ടോ. ഞാൻ ഡെയിലി ബേസിൽ യൂസ് ചെയ്യുന്ന, പക്ഷെ മോർണിംഗ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. വൈകിട്ട് ഞാൻ വേറെ ഫേസ് വാഷ് ഉപയോഗിക്കുന്ന, മോർണിംഗ് മാത്രം വാഷ് ചെയ്ത് കളയുന്നുള്ളൂ കേട്ടോ. എനിക്ക് നല്ല രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ, അത് ഉപയോഗിച്ചിട്ട് വർക്ക് ആയതുകൊണ്ട് ഞാനത് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുക. എനിക്ക് ഏതൊരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടാൽ ഞാൻ പിന്നെ അതങ്ങനെ മാറി മാറി വാങ്ങിച്ച് യൂസ് ആക്കുന്നതൊന്നുമില്ല. പിന്നെ നല്ല രീതിയിൽ എല്ലാവരും നല്ല രീതിയിൽ ഹൈപ്പ് പറയുക, നല്ല രീതിയിൽ വർക്കായി എന്നൊക്കെ പറയുന്ന പ്രൊഡക്റ്റ് മാത്രം ഞാൻ ഫേസിലൊക്കെ വാങ്ങിച്ച് യൂസ് ആക്കാറുള്ളൂ. അതെനിക്ക് വർക്കായെങ്കിൽ പിന്നെ ഞാൻ വാങ്ങും, അല്ലെങ്കിൽ ഞാൻ അതവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇതെനിക്ക് നല്ല രീതിയിൽ വർക്കായത് അന്ന് മുതൽ ഇന്നും മോർണിംഗ് ഫേസ് വാഷ് ഇത് തന്നെയാണ് കേട്ടോ. മാറ്റിയിട്ടേ ഇല്ല. എനിക്ക് നല്ല ഇത് കണ്ട ഫേസ് വാഷാ. ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ സത്യം പറഞ്ഞ മാഷാ അല്ലാഹ്, എന്റെ ഫേസിൽ അങ്ങനെ പിമ്പിള് പോലും അധികം വന്നിട്ടില്ല കേട്ടോ. ആ തരിതരിയായിട്ടുള്ള ആ വൈറ്റ് ഹെഡ്സ് പോലത്തെ സാധനം അങ്ങ് റിമൂവ് ആയി. പിന്നെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ഇവിടെയൊക്കെ ചെറുതായിട്ടുണ്ട്, എല്ലാവർക്കും ഉള്ള പോലെ തന്നെ. അതങ്ങ് പൂർണ്ണമായിട്ട് എനിക്ക് മാറിയിട്ടില്ല കേട്ടോ. അതിങ്ങനെ ഉണ്ട്, അത് വലുതായിട്ട് വിസിബിൾ ഒന്നും അല്ല, ചെറുതായിട്ട് ഇങ്ങനെ കാണാം, അത്രേ ഉള്ളൂ.
അതിപ്പോ നമ്മൾ ഒരുപാട് ഡേറ്റ് ഒക്കെ അടിയുന്നോണ്ടായിരിക്കും. ഇത് യൂസ് ആക്കിയാൽ നമുക്ക് പിമ്പിൾ വരാതിരിക്കാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ. എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മുടെ ഓപ്പൺ പോഴ്സ് ഒക്കെ ഒന്ന് മിനിമൈസ് ചെയ്യും, സെബം പ്രൊഡക്ഷൻ ഒന്ന് കൺട്രോൾ ചെയ്യും. അങ്ങനെ അത് ഓയിലി ഒന്നും ആക്കത്തില്ല, നല്ല രീതിയിൽ ഇരിക്കും കേട്ടോ. പിന്നെ ഇത് വെച്ച് നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെയാണ് തന്നെ, ഇത് ഒരു ലിക്വിഡ് ഫോർമുലയിലാട്ടോ വരുന്നത്. എന്നിരുന്നാലും നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഡേർട്ടൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യും കേട്ടോ. കുറച്ചെടുത്താൽ മതിയാവും, നല്ല രീതി ഡേർട്ടൊക്കെ ക്ലീൻ ആവുന്നുണ്ട്. പിന്നെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഫേസ് നല്ല രീതിയിൽ റീഫ്രഷ്മെന്റ് ആവുന്നുണ്ട് കേട്ടോ. പിന്നെ എന്നാലും ഫേസ് ഡ്രൈ ഒന്നും ആക്കുന്നില്ല, നല്ല രീതി മോയ്സ്ചർ നിലനിർത്തി തരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഉപയോഗിച്ചതിന്റെ ബേസിൽ എനിക്ക് നല്ലതായിട്ട് തന്നെ തോന്നി, അതുകൊണ്ടാണല്ലോ ഞാനിപ്പം റിവ്യൂ ചെയ്തത്. അപ്പൊ ഞാൻ ചെയ്യേണ്ടെന്ന് കരുതിയാണ്, ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയണമല്ലോ, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യേണ്ടെന്ന് കരുതിയിരുന്ന പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ ഞാൻ ഇത് ചെയ്ത് കേട്ടോ. അതുകൊണ്ടാണ് നല്ല രീതിയിൽ എനിക്ക് വർക്കായ പ്രൊഡക്റ്റ്. അതുകൊണ്ട് ഈ പിമ്പിളൊക്കെ ഉള്ളവർക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും. സാലിസിലിക് ആസിഡ് ഒക്കെ പിമ്പിളൊക്കെ ഉള്ളവർ അധികമായിട്ട് സാലിസിലിക് ആസിഡ് ഒക്കെ ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പം അതുപോലെയുള്ള സിറംസ് ഒക്കെ യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇത് നമ്മുടെ ഫേസിൽ തങ്ങി നിൽക്കുന്നില്ല, വാഷ് ചെയ്തിട്ട് റിമൂവ് ചെയ്ത് കളയൂലേ, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാം. ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഓപ്പൺ പോർട്സ് ഒക്കെ ഉള്ളവർക്ക് നമ്മുടെ അവിടുത്തെ പോർട്സ് ഒന്ന് മിനിമൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ളവർക്ക് ഇത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആണ് കേട്ടോ. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് വന്ന് സാലിസിലിക് ആസിഡ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന റെഡ്നെസ്, ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കും. പിന്നെ നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ഈവൻ ആക്കും കേട്ടോ. അല്ലെങ്കിൽ സ്കിൻ ടോൺ ഒക്കെ മാറ്റി ഒന്ന് ഈവൻ ആക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സാലിസിലിക് ആസിഡ് പ്രഗ്നൻസി സേഫ് അല്ലാന്ന് കേട്ടിട്ടുണ്ട്. അത് സിറംസ് ആണോ അതോ ഫേസ് വാഷിൽ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. സിറംസ് ഒക്കെ പ്രഗ്നൻസി സേഫ് അല്ലാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിൽ സാലിസിലിക് ആസിഡ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് പ്രഗ്നൻസി വുമൻസിനൊക്കെ ഉപയോഗിക്കുന്നതിന് മുന്നേ നിങ്ങളൊന്ന് ഡോക്ടറോടോ ഡെർമറ്റോളജിയോടോ ആരോടെങ്കിലും ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് വാങ്ങുന്നതായിരിക്കും കേട്ടോ നല്ലത്. സേഫ് അല്ലാന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ സെൻസിറ്റീവ് സ്കിൻ ആയിട്ടുള്ളവര് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിട്ട് വേണം യൂസ് ചെയ്യാൻ. എല്ലാവരും പാച്ച് ടെസ്റ്റ് ചെയ്യണം. സെൻസിറ്റീവ് സ്കിൻ ആയിട്ടുള്ളവർ ഒന്നുകൂടെ ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എപ്പോഴും നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് പുതിയതായിട്ട് വാങ്ങുമ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും സ്കിൻ ടൈപ്പും ഒക്കെ വളരെ വളരെ ഡിഫറെന്റാ. ഒരുപോലെ കോമ്പിനേഷൻ സ്കിൻ, ഞാൻ നീയും കോമ്പിനേഷൻ സ്കിന്നാന്ന് പറഞ്ഞാലും അതിലും നമ്മുടെ സ്കിന്നുമായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ടാകും കേട്ടോ. അപ്പൊ ഏതൊരു പ്രൊഡക്റ്റ് നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാം കേട്ടോ. ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഫേസ് ഡ്രൈ ആക്കുന്നൊന്നുമില്ല. വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നത് നല്ല രീതിയിൽ സ്കിന്ന് ഡേർട്ട് എല്ലാം ക്ലീൻ ആക്കി നല്ല രീതിയിൽ സപ്പിളായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ സ്കിൻ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഡ്രൈ ആക്കുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ഫേസ് വാഷ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിലൊക്കെ സാലിസിലിക് ആസിഡ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് തന്നെ നിങ്ങൾ മോർണിംഗിലൊക്കെ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ഡേ ടൈമിൽ ഇറങ്ങുമ്പോഴത്തേക്കും ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ തന്നെ യൂസ് ചെയ്തിട്ട് ഇറങ്ങുക കേട്ടോ. പിന്നെ ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ എപ്പോഴത്തെയും പോലെ മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് ഉപയോഗിക്കുക. പുറത്തിറങ്ങുന്നതിനും ഒരു സൺസ്ക്രീൻ ആവശ്യമാണ്. പുറത്തിറങ്ങുക തീർച്ചയായിട്ടും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് ഇറങ്ങുക കേട്ടോ. ഇത് വന്ന പാരബൺ ഫ്രീയും ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ഒക്കെയാണ്. ഇതെല്ലാ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ അവരുടെ സൈറ്റിൽ ചില സമയം നല്ല രീതിയിൽ ഓഫർ ഒക്കെ ഉണ്ടാവും. ഞാൻ അങ്ങനെയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ചില സമയം നല്ല രീതിയിൽ ഓഫർ ഒക്കെ ഉണ്ടാവും, അങ്ങനെയും വാങ്ങാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ ആവശ്യമുള്ളവരാണെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കും കേട്ടോ. എനിക്ക് നല്ലോണം ഒരു 3 മാസമൊക്കെ ഉപയോഗിക്കാനുണ്ട് കേട്ടോ. 3 മാസമൊക്കെ നല്ലോണം പോകുന്നുണ്ട്. ഞാനപ്പം മോർണിംഗിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എനിക്കതിന്റെ ആവശ്യമുള്ളൂ. ഞാൻ പറയില്ലേ, എനിക്കധികം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഈ ചെറിയ തരത്തിരപ്പ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അത് ഞാൻ യൂസ് ചെയ്ത് മാറി കേട്ടോ. പിന്നെ ഞാനിപ്പോ ഉപയോഗിക്കുന്നത് എനിക്ക് കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ട് ചില സമയം എക്സ്ട്രീംലി ഓയിലി ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് ഓപ്പൺ പോർട്സ് ഒക്കെ എനിക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക. പിന്നെ എന്റെ സ്കിൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ നല്ല രീതിയിൽ മാറ്റമുണ്ട്. സ്കിന്നിനാണെങ്കിലും ടെക്സ്ചറിനൊക്കെ നല്ല രീതിയിൽ മാറ്റമൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാനിത് കണ്ടിന്യൂസ്ലി എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അങ്ങ് ഉപയോഗിച്ച് പോകുന്നുള്ളൂ. പിന്നെ ഫേസ് വാഷ് ആണല്ലോ, അത് സ്കിന്നിൽ അങ്ങനെ ഇരിക്കുന്നല്ലോ, നമ്മൾ വാഷ് ചെയ്ത് കളയുന്നതാണല്ലോ. അതുകൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, മാഷാഅല്ലാ. അപ്പം നിങ്ങള് ഒരുപാട് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് രാവിലെ വൈകിട്ട് ഉപയോഗിക്കാമെന്നാണ് തോന്നുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കുന്നവരാണെങ്കിലും എന്തായാലും ഒരു 1.5 മാസം ഉണ്ടാവും. കുറച്ചെടുത്താൽ മതി, നല്ല രീതിയിൽ പതഞ്ഞു കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ നമുക്കങ്ങനെ ഡേർട്ട് പോകാത്ത പോലെ അങ്ങനെ ഉള്ള ഇഷ്യൂ ഒന്നുമില്ല. നല്ല രീതിയിൽ സപ്ലൈ ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ റിഫ്രഷ്മെന്റ് ഫേസ് വാഷ് ചെയ്താലും കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിന്റെ കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചു തരാം.
വേണ്ട, ഇങ്ങനെയാണ് ഇരിക്കുക. വെള്ളം പോലെ വാട്ടറി കൺസിസ്റ്റൻസിയാ. ഇത്രയൊക്കെ ഞാൻ എടുക്കാറുള്ളൂ കേട്ടോ ഫേസ് വാഷ് ചെയ്യാനായിട്ട്. എന്നിട്ട് വെള്ളത്തിന്റെ കൂടെ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ പതഞ്ഞ് കിട്ടും കേട്ടോ. എന്നിട്ടങ്ങ് ഫേസ് വാഷ് ചെയ്താൽ മതിയാവും. ഇതങ്ങനെ മണവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരു ഫാർമസി പ്രൊഡക്റ്റ് പോലെ എനിക്ക് തോന്നുന്നു. ഒട്ടും തന്നെ മണമൊന്നുമില്ല, എന്നാ മരുന്നിന്റെ സ്മെല്ല് അങ്ങനെയൊന്നുമില്ല, ഒരു ഇതുമില്ല. കാണാനും വാട്ടർ പോലാണ്, മണമോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് മിനിമലിസ്റ്റിന്റെ ഈ ക്ലെൻസറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇതിന്റെ പോസിറ്റീവ്സ് ആണ് പറഞ്ഞത്. എനിക്ക് അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഞാനൊരു 3-4 വർഷം കണ്ടിന്യൂസ്ലി ഉപയോഗിക്കത്തില്ലോ, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് പോസിറ്റീവ് ആയിട്ടാണ് ഞാൻ ഇത്രയും കാലം ഉപയോഗിച്ചത്. അതുകൊണ്ട് അധികം നെഗറ്റീവ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നെഗറ്റീവ് ഒന്നും പറയാനും ഇല്ല ഈ പറഞ്ഞ പോലെ. ഇതാണ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള എന്റെ ജെന്യുവൻ റിവ്യൂ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യണേ. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്റെ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആ ഹൈപ്പിലും കൂടെ ഒന്ന് ടച്ച് ചെയ്യണേ. അത് എന്നെ പോലുള്ള ചെറിയ യൂട്യൂബേഴ്സിന് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യും ഓൾ എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.